നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്ഥിരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ MP മജീദിനെ അയോഗ്യനാക്കി. മജീദ് അറ്റൻഡൻസ് രജിസ്റ്റർ തട്ടിയെടുത്ത് കൃത്രിമം കാണിച്ചെന്ന് പോലീസിൽ സെക്രട്ടറിയുടെ പരാതി. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത. DYFI നൽകിയ പരാതിയിൽ നടപടി ആരംഭിച്ച് മോട്ടോർ വാഹന വകുപ്പ്. ബസ്സുകൾ അമിത വേഗത തുടർന്നാൽ തടയുമെന്ന് DYFI നേതാക്കൾ. വാണിയംകുളം ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിച്ച എരുമ വിരണ്ടോടി. 10 കിലോമീറ്ററോളം വിരണ്ടോടിയ എരുമയെ പിടികൂടാനായത് ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നും. പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും എരുമ ആരെയും ഉപദ്രവിച്ചില്ല. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് നീട്ടണമെന്ന ആവശ്യം റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ട് ഉന്നയിച്ച് ET മുഹമ്മദ് ബഷീർ MP. നിലമ്പൂർ റൂട്ടിൽ വെമു സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും റെയിൽവേ മന്ത്രിയോട് ET. ഒറ്റപ്പാലത്തിന്റെ പുതിയ സബ് കളക്ടറായി അഞ്ജീത് സിംഗ് ചുമതലയേറ്റു. ജമ്മു കാശ്മീർ സ്വദേശിയാണ്. സബ് കളക്ടറായിരുന്ന മിഥുൻ പ്രേംരാജ് സ്ഥാനക്കയറ്റം ലഭിച്ച് മാറിപ്പോയ ഒഴിവിലേക്കാണ് പുതിയ നിയമനം. വിശദമായ വാർത്തകൾ നോക്കാം. സ്ഥിരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ MP മജീദിനെ അയോഗ്യനാക്കി. തുടർച്ചയായി 7 യോഗങ്ങളിൽ MP മജീദ് പങ്കെടുത്തിരുന്നില്ല. അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്കുമായി കടന്നുകളഞ്ഞതായും കൃത്രിമം വരുത്തി തിരികെ കൊണ്ടുവന്നതായും കാണിച്ച പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ വികസനകാര്യ സ്ഥിരസമിതി ചെയർമാനും 18ാം വാർഡ് മുസ്ലിം ലീഗ് മെമ്പറുമായ MP മജീദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ബലമായി കൊണ്ടുപോയി. പഞ്ചായത്ത് സെക്രട്ടറി പിന്നാലെ പോയെങ്കിലും രജിസ്റ്റർ ലഭിച്ചില്ല. പിന്നീട് തിരികെ എത്തിച്ചെങ്കിലും അറ്റൻഡൻസ് രജിസ്റ്ററിൽ കൃത്രിമം വരുത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. സ്ഥിരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിന് അബ്ദുൾ മജീദിന് അയോഗ്യത അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരുന്നു. പഞ്ചായത്ത് രാജ് ചട്ടം 35K പ്രകാരം തുടർച്ചയായ 3 മാസങ്ങളിലെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യനാകും എന്നിരിക്കെയാണ് നടപടി. കഴിഞ്ഞ ജനുവരി മാസം മുതൽ തുടർച്ചയായ 7 മാസങ്ങളിലായി നടന്ന 7 യോഗങ്ങളിലും അബ്ദുൾ മജീദ് പങ്കെടുത്തിരുന്നില്ല. നടപടിക്രമങ്ങളുടെ ഭാഗമായി അയോഗ്യത അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് സെക്രട്ടറിയിൽ നിന്നും കൈപ്പറ്റുന്നതിനു വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചൊവ്വാഴ്ച എത്തിയ മജീദ് തന്റെ അറ്റൻഡൻസ് പരിശോധിക്കാൻ യോഗത്തിന്റെ അറ്റൻഡന്റ് ആവശ്യപ്പെടുകയും പരിശോധനയ്ക്കായി നൽകിയ മിനിറ്റ്സ് എടുത്ത് പഞ്ചായത്തിൽ നിന്നും സ്ഥലം വിട്ടതായും പറയുന്നു. സെക്രട്ടറി പിന്നാലെ പോയെങ്കിലും രജിസ്റ്റർ ലഭിച്ചില്ല. പിന്നീട് വൈകിട്ട് 4ഓടെ അറ്റൻഡൻസ് രജിസ്റ്റർ മെമ്പർ തന്നെ ഓഫീസിലെത്തിക്കുകയായിരുന്നു. എന്നാൽ ക്ലോസ് ചെയ്ത് വരഞ്ഞുവെച്ച മിനിറ്റ്സിൽ വരയുടെ മുകളിൽ കൂടി ഒപ്പ് രേഖപ്പെടുത്തിയതായി ആരോപണമുണ്ട്. പഞ്ചായത്ത് അംഗത്തിന്റെ നിയമവിരുദ്ധ പ്രവൃത്തിക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 21 അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ 14 പേരുടെ പിന്തുണയോടെ UDF ആണ് ഭരണം നടത്തിയിരുന്നത്. ആദ്യ ടൈമിൽ CT നൌഷാദ് അലി ആയിരുന്നു പ്രസിഡന്റ്. പിന്നീട് KT അഫ്സൽ പ്രസിഡന്റായി. നിശ്ചിത ഭരണകാലാവധി കഴിഞ്ഞ് ഒഴിവാകാൻ തയ്യാറാകാതെ KT അഫ്സലിന്റെ നേതൃത്വത്തിൽ 7 വിമത ലീഗ് അംഗങ്ങൾ ഭരണം തുടരുകയായിരുന്നു. പ്രസിഡന്റിനെതിരെ ഔദ്യോഗിക പക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയവും പരാജയപ്പെട്ടിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങളെല്ലാം അഫ്സൽ പക്ഷക്കാർ പിടിച്ചെടുത്തിരുന്നു. നിലവിൽ ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്ത് 7 മെമ്പർമാരുണ്ട്. CPMനും 7 അംഗങ്ങളാണുള്ളത്. ഇപ്പോൾ പുതുതായി 3 വാർഡുകൾ പഞ്ചായത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചു. DYFI നേതാക്കൾ പെരിന്തൽമണ്ണ RTOയ്ക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. കോഴിക്കോട് പാലക്കാട് റൂട്ടിലോടുന്ന സന ഗ്രൂപ്പിന്റെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകളുടെ മത്സരയോട്ടവും അമിത വേഗതയും കാരണം അപകടങ്ങൾ പതിവാണ്. ഇതേ തുടർന്നാണ് ബസ്സുകളുടെ വേഗത നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ട് DYFI രംഗത്ത് വന്നത്. വേഗത നിയന്ത്രണം നിലവിലുള്ള സാഹചര്യത്തിലാണ് പരസ്യമായ നിയമലംഘനം സന ഗ്രൂപ്പിന്റെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ നടത്തുന്നതെന്ന് DYFI നേതാക്കൾ പറഞ്ഞു. പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് DYFI സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് സെക്രട്ടറി E സിജിൽ, പ്രസിഡന്റ് M ഷാഹിദ്, ജില്ലാ കമ്മിറ്റി അംഗം A ഹരീഷ് മോൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജോയിന്റ് RTOയ്ക്ക് പരാതി നൽകി. DYFI നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടപടികളും ആരംഭിച്ചു. ബസ്സുകൾ നിയമലംഘനം നടത്തുകയാണെങ്കിൽ തടയുമെന്ന് DYFI നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഈ സന ബസിൻ്റെ മാനേജറും ഉടമയും ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്നലെ ഞങ്ങളെ DYFIയുടെ നേതാക്കന്മാരെ, ബ്ലോക്ക് കമ്മിറ്റി നേതാക്കന്മാരെ നേരിൽ വന്ന് കണ്ട് പറയുകയും അവർ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ അനുകൂലമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബസ് ജീവനക്കാരെ മാനേജ്മെൻറ്റും ഉടമകളും ചേർന്ന് അവരോട് സംസാരിച്ചുകൊണ്ട് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേഗത കുറച്ചുകൊണ്ട് നമ്മൾ വണ്ടി സർവീസ് നടത്താമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്.
വളരെ മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് മാനേജ്മെൻറ്റും ഉടമയും ഞങ്ങളുമായി ചർച്ചയുടെ ഭാഗമായി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വ്യാപകമായിട്ടുള്ള ഒരു സമരത്തിന് ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. 2-3 ദിവസം ഇതിനെക്കുറിച്ച് നന്നായി നിരീക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നമ്മുടെ ജില്ലയിൽ ഓടുന്ന, നമ്മുടെ പെരിന്തൽമണ്ണ പരിധിക്കകത്തൂടി ഓടുന്ന ഏത് പ്രൈവറ്റ് ബസ്സാണെങ്കിലും, സന മാത്രമല്ല ഏത് ബസ്സുകളാണെങ്കിലും അവരുടെ അമിത വേഗത കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അതിശക്തമായിക്കൊണ്ട് തന്നെ ആ വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വാണിയംകുളം ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിച്ച എരുമ വിരണ്ടോടി. ഷൊർണൂർ ചെറുതുരുത്തി പാലത്തിന് സമീപത്ത് വെച്ചാണ് വിരണ്ടോടിയ എരുമയെ പിടികൂടാനായത്. 10 കിലോമീറ്ററോളം ദൂരമാണ് എരുമ വിരണ്ടോടിയത്. വാണിയംകുളം സ്വദേശി വിപിൻ ചന്തയിൽ നിന്നും വാങ്ങിയ എരുമയാണ് വിരണ്ടോടിയത്. 10 കിലോമീറ്ററോളം ഓടിയ എരുമയെ ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. പ്രധാന പാതയിലൂടെയും ഊടുവഴികളിലൂടെയും ഓടിയ എരുമ ആരെയും ആക്രമിക്കുകയോ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ല. പാലത്തിന് സമീപം പാടത്തേക്ക് ഇറങ്ങുന്നതിനിടെ കുഴിയിൽ വീണതോടെയാണ് എരുമയെ പിടികൂടാനായത്. വാണിയംകുളത്ത് ചായക്കട നടത്തുന്ന ഷെഫീഖ്, സുഹൃത്ത് കാശിനാഥൻ എന്നിവർ എരുമയെ പിന്തുടർന്നിരുന്നു. ഇവർ ചേർന്നാണ് എരുമയെ പിടികൂടിയത്. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് നീട്ടണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ MP. ഇക്കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് ഉന്നയിച്ചു. എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണമെന്നും MP ആവശ്യപ്പെട്ടു. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് സർവീസ് നീട്ടണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. റീജിയണൽ ക്യാൻസർ സെന്റർ, ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള ആതുരാലയങ്ങളിലേക്കുള്ള രോഗികൾ, സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ തലസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരെല്ലാം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത്. അതിരാവിലെ കൊച്ചുവേളിയിലെത്തുന്നവർ ടൗണിലേക്കുള്ള യാത്രാ സൗകര്യത്തിൻ്റെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണിപ്പോൾ. നാമമാത്രമായ ബസ് സർവീസുകളിൽ യാത്രക്കാർ ഏറെ ക്ലേശിക്കുന്നത് കൊച്ചുവേളിയിലെ സ്ഥിരം കാഴ്ചയായിട്ടുണ്ട്. രാജ്യറാണി എക്സ്പ്രസ്, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ട്രെയിനുകളിൽ വളരെ അടിയന്തരമായി കോച്ചുകൾ വർദ്ധിപ്പിക്കണം. എറണാകുളം ഷൊർണൂർ മെമു സർവീസ് നിലമ്പൂരിലേക്ക് നീട്ടണം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കണം. വള്ളിക്കുന്നിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട് MP നിവേദനം നൽകി. ഇക്കാര്യങ്ങൾ പാർലമെന്റിൽ നേരത്തെ ഉന്നയിക്കുകയും മന്ത്രി അനുഭാവപൂർവ്വമുള്ള പരിഗണന നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രഖ്യാപിച്ച ഏതാനും ട്രെയിൻ സർവീസുകൾ തുടങ്ങുന്നതിൽ റെയിൽവേ അധികൃതർ കാണിക്കുന്ന മെല്ലെപ്പോക്ക് നയം തിരുത്തണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ MP കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു. വന്യമൃഗ ഭീഷണിയിൽ മണ്ണാർക്കാട്ടെ മലയോര മേഖല. കടുവയും പുലിയും ആനയുമായി പൊറുതിമുട്ടി മലയോര നിവാസികൾ. ശാശ്വത പരിഹാരം കാണാനാവാതെ അധികൃതർ. കഴിഞ്ഞ 2 ആഴ്ചയായി തത്തേങ്ങലം, ആനമൂളി, പുഞ്ചക്കോട് മേഖലയിൽ കടുവയും പുലിയും ഇറങ്ങിയത് കാരണം നാട്ടുകാരാകെ പരിഭ്രാന്തിയിലാണ്. പുലിയെ പേടിച്ചിരുന്ന തത്തേങ്ങലത്ത് കടുവയെ കണ്ടത് ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആനമൂളിയിൽ പുലി വീട്ടുമുറ്റത്ത് വന്നു മടങ്ങുന്നത് CCTVയിൽ തെളിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് പുഞ്ചക്കോട് കാഞ്ഞിരവള്ളി ക്ഷേത്ര പരിസരത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഈ 3 സംഭവങ്ങളും തെങ്കര പഞ്ചായത്തിലായതോടെയാണ് ഭീതി വർദ്ധിച്ചത്. തത്തേങ്ങലത്തും ആനമൂളിയിലും വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഇതിൽ വന്യജീവിയുടെ ചിത്രം പതിഞ്ഞില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത്. കടുവയും പുലിയും ഇറങ്ങിയ ഭാഗങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. സ്ഥിരമായി ഇറങ്ങുകയാണെങ്കിൽ കൂട് സ്ഥാപിക്കാമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലത്തിന്റെ പുതിയ സബ് കളക്ടറായി ജമ്മു കാശ്മീർ സ്വദേശി അഞ്ജിത് സിംഗ് ചുമതലയേറ്റു. സബ് കളക്ടറായിരുന്ന ഡോക്ടർ മിഥുൻ പ്രേംരാജ് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്ഥലം മാറി പോകുന്ന ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ലോട്ടറി വകുപ്പ് ഡയറക്ടറായാണ് മിഥുൻ പ്രേംരാജിന് സ്ഥാനക്കയറ്റം. വ്യാഴാഴ്ച രാവിലെ ഒറ്റപ്പാലം സബ് കളക്ടർ ഓഫീസിലെത്തി അഞ്ജിത് സിംഗ് ചുമതല ഏറ്റെടുത്തു. 2023 ബാച്ച് IAS ഓഫീസറാണ് അഞ്ജിത് സിംഗ്. 530 റാങ്കോടെയായിരുന്നു സിവിൽ സർവീസ് പ്രവേശനം. കേരള കേഡർ തിരഞ്ഞെടുത്ത ആദ്യ ജമ്മു കാശ്മീരുകാരൻ കൂടിയാണ്.
നേരത്തെ എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. ഒറ്റപ്പാലം, മണ്ണാർക്കാട്, അട്ടപ്പാടി, പട്ടാമ്പി താലൂക്കുകൾ ഉൾപ്പെട്ടതാണ് ഒറ്റപ്പാലം റവന്യൂ ഡിവിഷൻ. ഇതിനു പുറമെ അട്ടപ്പാടിയുടെ നോഡൽ ഓഫീസർ ചുമതലയും ഒറ്റപ്പാലം സബ് കളക്ടർക്കാണ്. റവന്യൂ ഡിവിഷന്റെ 67-ാം സബ് കളക്ടറും 31-ാം IAS ഉദ്യോഗസ്ഥനുമാകും അഞ്ജിത് സിംഗ്. 2023 ഡിസംബറിലാണ് മിഥുൻ പ്രേംരാജ് ഒറ്റപ്പാലം സബ് കളക്ടറായി സ്ഥാനമേറ്റിരുന്നത്. 1 വർഷവും 8 മാസവും നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിലാണ് മിഥുൻ സബ് കളക്ടർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. ലോട്ടറി വകുപ്പിന് പുറമെ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഡയറക്ടർ എന്ന അധിക ചുമതലയുമുണ്ട്. കോഴിക്കോട് വടകര സ്വദേശിയാണ് മിഥുൻ പ്രേംരാജ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം മാന്നന്നൂർ ഉരുക്ക് തടയണയ്ക്ക് സമീപം അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയവരെ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടി പിഴ ചുമത്തി. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. 5-ലധികം കൊളുത്തുകളുള്ള സ്പൈഡർ ഹുക്ക് ഉപയോഗിച്ച് മീൻ പിടിച്ചവരെയാണ് പിടികൂടിയത്. ഫിഷറീസ് വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ആലത്തൂർ മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ അരുൺ ബേബി, അക്വാകൾച്ചർ പ്രൊമോട്ടർ കെ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അനധികൃതമായ മീൻപിടുത്തം തടയുന്നതിനായി പരിശോധന തുടരുമെന്നും ഓഫീസർമാർ അറിയിച്ചു. മത്സ്യഭവൻ പരിധിയിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ അനധികൃതമായി മത്സ്യബന്ധനം നടക്കുന്നുണ്ട് എന്ന പരാതി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പ് ആലത്തൂർ മത്സ്യഭവനിൽ നിന്നും പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ വാണിയംകുളം മാന്നന്നൂർ തടയണയ്ക്ക് സമീപം അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നുണ്ട് എന്ന് നേരിട്ട് ബോധ്യമാവുകയും മത്സ്യബന്ധനം നടത്തിയ ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള പരാതിയിൽ അന്വേഷണം നടത്തുകയും പരാതി ബോധ്യപ്പെട്ട് മീൻപിടുത്തക്കാരിൽ നിന്ന് പിഴ ഈടാക്കുകയും അവർക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകുകയും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ആലത്തൂർ മത്സ്യഭവനിൽ നിന്ന് ഫിഷറീസ് ഓഫീസറായ അരുൺ ബേബി, പ്രൊജക്ട് കോർഡിനേറ്ററായ കരിമ്പുഴ പഞ്ചായത്തിലെ എളമ്പുളശ്ശേരി വില്ലേജ് ഓഫീസിന് പിറകിലായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ നോക്കുകുത്തിയാക്കുന്നു. 20 ലക്ഷത്തോളം മുടക്കി പണിത കംഫർട്ട് സ്റ്റേഷൻ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കണമെന്ന ആവശ്യവുമായി CPM. അശാസ്ത്രീയമായ രീതിയിലും ആരും ചെന്നുകയറാത്ത ഒരു സ്ഥലത്തുമാണ് കംഫർട്ട് സ്റ്റേഷൻ പണിതിട്ടുള്ളത്. നിർമ്മാണത്തിലെ അഴിമതിക്കൊപ്പം ഫണ്ട് എങ്ങനെയും ചെലവാക്കുക എന്ന തരത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശിവശങ്കരൻ അരിക്കുഴി പറഞ്ഞു. വൃത്തിഹീനമായ ചുറ്റുപാടിലൊരുക്കിയ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എളമ്പുളശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ പുറകിലാണ്. 20 ലക്ഷം രൂപ മുടക്കി ഉണ്ടാക്കിയ ആ കംഫർട്ട് സ്റ്റേഷൻ യാതൊരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. ഉപയോഗശൂന്യമാണ്. അവിടെ ഒന്നും ചെന്ന് കയറാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. ഒന്ന് അശാസ്ത്രീയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ഥലം ആരും ആ പ്രദേശത്ത് വരാത്തൊരു സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെറും ഫണ്ട് ചെലവഴിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് അതവിടെ നിർമ്മിച്ചിട്ടുള്ളത്. 20 ലക്ഷം രൂപ ചിലവാക്കിയതിൽ തന്നെ അഴിമതി ഉണ്ട് എന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കംഫർട്ട് സ്റ്റേഷൻ്റെ ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥിതി മാറ്റി അത് ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ള നിലപാടെങ്കിലും സ്വീകരിക്കണം. കാരണം ഇപ്പോൾ 8-ാം വാർഡിലെ മെമ്പർ തന്നെ ഇപ്പോൾ പ്രാദേശികത എവിടെയും കാണാനില്ല. പാറ വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അവിടെ അത് നിരത്തിയിട്ടില്ല. 2 മാസമായി. നാലുശ്ശേരിക്കാവിലേക്ക് വരുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസം ഉണ്ടാക്കുന്ന വഴിയാണ്. അവിടെ ആ പാറ വേസ്റ്റ് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ 2 മാസമായിട്ട് അങ്ങനെ കിടക്കുക. വാർഡ് മെമ്പർക്ക് ഇവിടെ ഇത് പരിശോധിക്കാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ഒന്നും സമയമില്ല. ആ വാർഡ് മെമ്പറെ ഈ പ്രദേശത്ത് എവിടെയും കാണാനുമില്ല. അപ്പോൾ ഈ അവസ്ഥ മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സ്ഥിതി ഇതിൻ്റെ വളരെ ദയനീയ സ്ഥിതിയാണ് കംഫർട്ട് സ്റ്റേഷൻ. 20 ലക്ഷം രൂപ കരിമ്പുഴ പഞ്ചായത്തിൽ വേസ്റ്റായി കിടക്കുകയാണ്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തുറന്നു കൊടുക്കുവാൻ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് മുൻ വാർഡ് മെമ്പർ സുന്ദരനും പറഞ്ഞു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആ കെട്ടിടം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തുറന്നു കൊടുക്കുകയും അത് സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉടൻ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അതിനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീകൃഷ്ണപുരത്ത് നടന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ അണ്ടർ-17 വനിതാ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിട്ടത്തു. SN VHSS ആളൂരിനെ ടൈ ബ്രേക്കറിൽ 3-4 ഗോളിന് തോൽപ്പിച്ചാണ് കിരീട നേട്ടം.
ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്ന 17 വയസ്സിന് താഴെയുള്ള ജൂനിയർ പെൺകുട്ടികളുടെ സുബ്രതോ കപ്പ് സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റിൽ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ അവിട്ടത്തൂർ ജേതാക്കളായി. ഫൈനലിൽ SNVHSS ആളൂരിനെ ടൈ ബ്രേക്കറിൽ 3-4 ഗോളിനാണ് തോൽപ്പിച്ചത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾരഹിത സമനില പാലിച്ചു. കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ 3ാം സ്ഥാനം നേടി. ലൂസേഴ്സ് ഫൈനലിൽ അവർ എറണാകുളം സ്പോർട്സ് സ്കൂൾ ഡിവിഷനെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ടൂർണമെന്റിൽ മികച്ച കളിക്കാരിയായി ആളൂർ SNVHSSലെ PS വർഷ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഗോൾ കീപ്പറായി LBSMHSS അവിട്ടത്തൂർ സ്കൂളിലെ അൽശിഖ രാമചന്ദ്രനെയും മികച്ച ഭാവി താരമായി ഗവൺമെന്റ് സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ കണ്ണൂരിലെ നേഹ സജിയെയും തിരഞ്ഞെടുത്തു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും ഈ നേരത്ത് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കേരള സംസ്ഥാനത്ത് ഏറ്റവും നന്നായി പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ശ്രദ്ധയോടെ മികവ് കാണിക്കുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. K. പ്രേംകുമാർ MLA ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സൈദാലി അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ A. അബൂബക്കർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, PTA പ്രസിഡന്റ് A. മുരളീധരൻ, പ്രിൻസിപ്പൽ PS. ആര്യ, രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാൽപന്ത് കളിയിൽ പെൺകരുത്തിന്റെ പര്യായമാവുകയാണ് കരിമ്പുഴ സ്വദേശിനിയായ ഭദ്ര സുരേഷ്. സുബ്രതോ കപ്പിൽ ഉൾപ്പെടെ മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് ഭദ്ര ഭാവി താരമാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ചെറുപ്പം തൊട്ടേ ഫുട്ബോളിൽ കമ്പക്കാരിയായ ഭദ്രയുടെ സ്വപ്നം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുക എന്നതാണ്. ഫുട്ബോളിനെ ജീവനതുല്യം സ്നേഹിക്കുന്നയാളാണ് ഭദ്ര. 4ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് കളിക്കമ്പം. തൻ്റെ പ്രായക്കാരായ ആൺകുട്ടികളും അവരെക്കാൾ മുതിർന്നവരും തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു മടിയും കൂടാതെ താൻ പെൺകുട്ടിയാണ് എന്ന വേർതിരിവൊന്നുമില്ലാതെ കളിച്ചു വളർന്നു. ആൺകുട്ടികൾ അവളെ മാറ്റി നിർത്താതെ അവരോടൊപ്പം കൂട്ടത്തിൽ ചേർത്ത് ഫുട്ബോൾ കളിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ പരിശീലനങ്ങളിലും ഒപ്പം ചേർത്തു. നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബ് മത്സരങ്ങളിൽ കൂടെ കൊണ്ടുപോയി അവളെ അവരിൽ ഒരാളാക്കി. കുലുക്കിയുടെ SVAUP സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ സ്കൂൾ ഫുട്ബോൾ ടീമിൽ അംഗമായി. പിന്നീട് തോട്ടര HSSൽ സ്കൂളിന് ഒരു വനിതാ ടീം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം എന്ന നിബന്ധനയിൽ അവിടെ ചേർന്നു. അവിടെ നിന്ന് ധനേഷ് മാഷിൻ്റെ ശിക്ഷണത്തിൽ പരിശീലനം ആരംഭിക്കുകയും ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. 2022-2023 വർഷത്തിൽ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിൻ്റെ ക്യാപ്റ്റനായി കളിക്കുകയും സബ് ജൂനിയർ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. പിന്നീട് തൃശ്ശൂരിൽ വെച്ച് നടന്ന ഫുട്ബോൾ അസോസിയേഷൻ്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുകയും എറണാകുളം വുമൻസ് അക്കാദമിയിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അക്കാദമിയിൽ കോച്ചായ നജ്മുന്നിസയുടെ പരിശീലനത്തിലാണ് പിന്നീടുള്ള കളികൾ. അതോടൊപ്പം HSS പനമ്പള്ളി നഗറിൽ 9ാം ക്ലാസ് പഠനവും. 2023-2024 കേരള ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയും കേരള സ്റ്റേറ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന ജൂനിയർ സ്റ്റേറ്റ് മത്സരങ്ങളിലും കളിച്ചു. 2024-2025 63ാമത് സുബ്രതോ കപ്പ് പാലക്കാട് കളിച്ച് ചാമ്പ്യന്മാരായി. ഈ വർഷം തന്നെ സുബ്രതോ കപ്പിൽ കേരളത്തിനു വേണ്ടി കളിക്കുകയും കേരളത്തിലെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ വർഷം ഡ്രീം FC ഡൽഹിക്ക് വേണ്ടി ഡൽഹിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. കൂലിപ്പണിക്കാരനായ അച്ഛൻ സുരേഷും ശുചിത്വ മിഷൻ RP-യായ അമ്മ രഹനയും ഭദ്രയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട്. മകൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുന്ന നാളുകൾ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഭദ്രയുടെ അച്ഛനും അമ്മയും. അവളുടെ ആ ഒരു കഴിവ് കണ്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറെ എഫേർട്ടുകൾ എടുത്തിട്ടുണ്ട്. സ്കൂളുകളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് 8ാം ക്ലാസ്സിലേക്കൊക്കെ ആയപ്പോൾ നമ്മൾ വേറെ സ്കൂളുകളൊക്കെ ഒരു കോച്ചിങ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രയത്നം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അന്ന് അത് സാധിച്ചില്ല. എന്നാലും തോട്ടർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോൾ അവരോട് സംസാരിച്ചിട്ട് നല്ലൊരു ടീം സെറ്റാക്കി തന്നു. അതുകൊണ്ട് അവർക്ക് ആ ഒരു നാഷണൽസ് നമ്മുടെ സ്കൂൾസ് കളിക്കാൻ പറ്റി. അതിനുശേഷമാണ് അവളുടെ കുറച്ച് നല്ല മികവ് ഇവിടെ കാഴ്ചവെച്ചപ്പോൾ എല്ലാ കോച്ചുമാരും എല്ലാവരും അഭിനന്ദിക്കുകയും പലയിടത്തും ക്ഷണം വരികയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രയൽസിൽ പങ്കെടുത്തു. അങ്ങനെ നമുക്ക് എറണാകുളം WFAയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ നജ്മിസിന്റെ കീഴിലാണ് നന്നായിട്ടുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളും ഗ്രൗണ്ടും എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ ഉള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ +2 ആണ് SRVയിലാണ്. അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് നമുക്ക് എവിടെയാണോ ഇതിന് ചാൻസ് വെച്ചാൽ അങ്ങനെയുള്ള കോളേജുകളിൽ ചേർത്തിട്ട് നമുക്ക് അവളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ടീമിലൊന്ന് കളിക്കണം എന്നുള്ളത്. അത് ഞങ്ങളുടെ പ്രാർത്ഥന പോലെയും അതുപോലെ തന്നെ അവളുടെ ആഗ്രഹം പോലെയും അവളുടെ ഒരു അംബീഷനായിട്ട്
അത് തന്നെ വളരട്ടെ. കാരണം മറ്റുള്ള സ്പോർട്സിന്റെ മറ്റുള്ള മേഖലയിലേക്കൊക്കെ വിളിക്കപ്പെട്ടിട്ടും അവൾക്ക് ഫുട്ബോൾ മാത്രം മതി എന്ന ഒറ്റ ഉറച്ച വിശ്വാസത്തിൽ അവള് ഇതിന് മാത്രമായിട്ടാണ് പ്രയത്നിച്ചിട്ടുള്ളത്. അപ്പൊ അവളുടെ ആഗ്രഹം, ഞങ്ങളുടെ ആഗ്രഹങ്ങളും സഫലമാവാൻ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ അവളെ ഇന്ത്യൻ ടീമിൽ കയറ്റിവിടുന്നതാണ് വിചാരിക്കുന്നത്. അതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മളെ കഴിയുന്ന പോലെ ആഗ്രഹങ്ങളുണ്ട്. മാതാപിതാക്കളുടെയും കൊച്ചുമാരുടെയും പ്രാർത്ഥനയും സ്നേഹവും തനിക്ക് പകരുന്ന ഊർജം ചെറുതല്ലെന്ന് ഭദ്ര പറയുന്നു. ചെറുപ്പം തൊട്ട് ബോയ്സിന്റെ ഒപ്പം കളിച്ചിട്ടാണ്. പിന്നെ എന്റെ ഏട്ടന്മാരിലൊക്കെ സപ്പോർട്ട് ഉണ്ടായി. ഏട്ടന്മാരുടെ ഒപ്പം ഞാൻ കളിച്ചത്. അങ്ങനെയാണ് ഏട്ടന്മാരുടെ ഒപ്പം കളിച്ചിട്ടാണ് ഞാൻ ഈ നിലയിൽ വരെ എത്തിയത്. പിന്നെ എന്റെ വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ തോട്ടൽ സ്കൂളിൽ PT സാറാണ് പിന്നെ ഇങ്ങനെ കളിക്കാൻ കൊണ്ടുപോയത്. ഈ സ്കൂൾസ് ജൂനിയർ സൂപ്പർദോ അങ്ങനത്തെ കളിയൊന്നും എനിക്ക് അറിയുണ്ടായില്ല. ഞാൻ അവിടെ നാട്ടിൽ കളിക്കുന്നല്ലാതെ ഈ ലോക്കലായി കളിക്കുന്നല്ലാതെ എനിക്ക് വലിയ കളികളൊന്നും അറിയുണ്ടായില്ല. അപ്പൊ ഈ സാറാണ് ഇങ്ങനെ കൊടുന്ന് കളിപ്പിച്ചത്. അപ്പൊ എനിക്ക് ഈ കഴിഞ്ഞ under-14 എറണാകുളത്തേക്ക് സെലക്ഷന് വേണ്ടി, എറണാകുളത്തേക്കല്ല under-14 ഞാൻ കളിച്ചപ്പോ എറണാകുളത്തെ ഒരു കോച്ച് ഉണ്ടായി അവിടെ പറഞ്ഞിട്ടില്. ആ മിസ് എന്നെ വിളിച്ചു, എറണാകുളത്തേക്ക് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പോണമെന്നുണ്ടായി, എറണാകുളത്തേക്ക് മുന്നേ വിളിച്ചാണ്. അപ്പൊ ആദ്യം പോണമെന്നുണ്ടായി. അപ്പൊ ഞാൻ പോയില്ല, മടി കാരണം. പിന്നെ എനിക്ക് പിന്നെ തോന്നി ഇവിടുന്ന് പോയി കളിച്ചാലേ എവിടെങ്കിലൊക്കെ എത്തുള്ളൂ. അപ്പൊ ഞാൻ അവിടേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് കൂടുതൽ ഉയർച്ച വന്നത്. ഞാൻ ഇങ്ങനെ കുറെ കളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. നജീമ സയൻസ് ഞങ്ങളെ കുറെ കളിക്കൊക്കെ കൊണ്ടുപോയി എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാത്തിന്റെയും സപ്പോർട്ട് നജീമ സയൻസും പിന്നെ എന്റെ വീട്ടുകാരും ഇപ്പൊ ഉള്ള കോച്ചും ആണെങ്കിലും പിന്നെ എന്റെ പാരന്റ്സും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ നിലയിൽ വരെ എത്തിയത്. എന്റെ ഗ്രാമം തന്നെ എനിക്ക് സപ്പോർട്ടായിരുന്നു എല്ലാരും. പിന്നെ എറണാകുളം ജില്ലയില് നമ്മളിപ്പോ ഈ സൂപ്പർദോ മുന്നേ കപ്പടിച്ചാണ്. അപ്പൊ ഇനി ഇത് വിടരുതെന്നാണ് എന്റെ ഒരു ഇത്. നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുവരെ എത്തിച്ചത് നജീമ സയൻസ് തന്നെയാണ്. വലിയൊരു ഇന്ത്യൻ പ്ലെയർ ആണെന്ന് തന്നെയാണ് ആഗ്രഹം. അത് ഇങ്ങനെ നമ്മൾ കൂടുതൽ ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമുള്ളത് കൊണ്ട് വലിയൊരു ഇന്ത്യൻ പ്ലെയർ ആണെന്ന് തന്നെയാണ്. ഇന്ത്യൻ ക്യാമ്പ് ആണെങ്കിൽ പോലും ഞാൻ നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ക്യാമ്പിൽ പോകണമെന്ന്, ഇന്ത്യൻ ടീമിൽ കിട്ടണം, ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഫസ്റ്റ് പ്ലാൻ അതാണ്. ഫുട്ബോളിൽ മാത്രമല്ല ഹാർഡിൽസ്, ഓട്ടം എന്നീ മത്സരങ്ങളിലും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഭദ്ര. ഇന്ത്യൻ ടീമിൽ ഇടം നേടുകയാണ് ഭദ്രയുടെ ലക്ഷ്യം. സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ദുർഗ സഹോദരിയാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ ക്ലാസ് മുറികളുടെ നിർമ്മാണവും നവീകരണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധ്യാപകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ K. പ്രേംകുമാർ MLA, VK ശ്രീകണ്ഠൻ MP എന്നിവർ പങ്കെടുക്കും. രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ പ്രകാരം അനുവദിക്കപ്പെട്ട 2 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണവും നവീകരണവും. 80 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. 1 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. 20 ലക്ഷം വിനിയോഗിച്ച് ലാബുകളിലേക്ക് സാധന സാമഗ്രികളും ക്ലാസ് മുറികളിലേക്ക് ഫർണിച്ചറുകളും വാങ്ങുമെന്ന് പ്രിൻസിപ്പൽ R. രാജേഷ്, അധ്യാപകരായ KP പ്രിയേഷ്, G. സുനിൽകുമാർ, സിന്ധു G. നായർ, C. വിജയ് ഗോവിന്ദൻ എന്നിവർ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ ഗ്രാൻറ്റുകളുടെ കീഴിൽ നമുക്ക് 2 കോടി രൂപ അനുവദിച്ചു കിട്ടിയത്. ആ 2 കോടി രൂപയിൽ നവീകരണത്തിനുള്ള 1 കോടി രൂപ ഉണ്ട്. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 80 ലക്ഷം രൂപ, പിന്നെ പർച്ചേസിന് 20 ലക്ഷം. ആ നവീകരണ പ്രവർത്തനങ്ങളിൽ തന്നെ നമ്മൾ 31 ലക്ഷം രൂപയ്ക്ക് നേരത്തെ കോളേജിൽ തന്നെയുള്ള ഹിസ്റ്ററി ബ്ലോക്കിന് മുകളിൽ ഒരു എക്സാമിനേഷൻ ഹാൾ, അതോടൊപ്പം തന്നെ ക്ലാസ് റൂം കൂടെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കെട്ടിടം കൂടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ളത് 4 ക്ലാസ് റൂമുകളും ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉള്ള ഒരു ബിൽഡിങ്ങും, അതുപോലെ നവീകരണ പ്രവർത്തനങ്ങളുള്ള 31 ലക്ഷം രൂപയുടെ ബിൽഡിംഗ്. ഇതിൻ്റെ 2ൻ്റെയും ഉദ്ഘാടനമാണ് നാളെ നടക്കാൻ പോകുന്നത്. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കാക്കാഞ്ചേരിയിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്ന പ്രാവ് വന്ന് വീണത് 67 കിലോമീറ്റർ അപ്പുറമുള്ള തുവ്വൂർ നീലാഞ്ചേരിയിൽ. ഒടുവിൽ വീട്ടമ്മയുടെ പരിചരണം ലഭിച്ച പ്രാവിനെ ഉടമ തന്നെ വന്ന് കൊണ്ടുപോയി. പ്രാവുകളുടെ പറക്കൽ മത്സരത്തിന് മുന്നോടിയായി കാക്കാഞ്ചേരി സ്വദേശി മാട്ടുമ്മൽ അഷറഫ് പരീക്ഷണാർത്ഥം പറത്തിവിട്ട പ്രാവിനെയാണ് 3 ദിവസത്തിന് ശേഷം നീലാഞ്ചേരി സ്വദേശിയായ വാലയിൽ മുസ്തഫയുടെ ഭാര്യ റാബിയയ്ക്ക് ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പ്രാവുകളുടെ പറക്കൽ മത്സരം പ്രധാന വിനോദമാണ്.
കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദൂരം താണ്ടുന്ന പ്രാവുകളെ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകിയുള്ള ടൂർണമെൻറ്റുകളും സജീവമാണ്. ലക്ഷങ്ങൾ വില വരുന്ന പറവ പ്രാവീണ്യത്തിൽപ്പെട്ടവയെയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. ഇത്തരത്തിൽ കാക്കാഞ്ചേരിയിൽ ടൂർണമെൻറ്റുകളിൽ മാട്ടുമ്മൽ അഷ്റഫിൻ്റെ പ്രാവുകളും പങ്കെടുക്കാറുണ്ട്. ബുധനാഴ്ച നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ തയ്യാറെടുപ്പിനായി തൻ്റെ 2 പ്രാവുകളെ ഞായറാഴ്ചയാണ് അഷ്റഫ് പരീക്ഷണ പറക്കലിന് അയച്ചത്. കാക്കാഞ്ചേരിയിൽ നിന്ന് പറന്നുയർന്ന 2 പ്രാവുകൾ മേഘങ്ങൾക്കിടയിൽപ്പെട്ടു. ഒന്ന് കുറച്ചു ദൂരം മാത്രം അകലെയുള്ള കുന്നുംപുറത്ത് എന്ന സ്ഥലത്താണ് വീണത്. ഇതിനെ അന്ന് തന്നെ അഷ്റഫിന് തിരികെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ 3 ദിവസമായിട്ടും രണ്ടാമത്തെ പ്രാവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. മേഘങ്ങൾക്കിടയിൽ ദിക്കറിയാതെ സഞ്ചരിച്ച ഈ പ്രാവ് വന്ന് വീണതാകട്ടെ 67 കിലോമീറ്റർ അപ്പുറമുള്ള നീലാഞ്ചേരി സ്വദേശിയും ഫോറസ്റ്റ് സർവേയറുമായ വാലയിൽ മുസ്തഫയുടെ വീട്ടുമുറ്റത്താണ്. മുറ്റത്തേക്കിറങ്ങിയ ഭാര്യ റാബിയയാണ് പ്രാവിനെ ആദ്യം കാണുന്നത്. കാഴ്ചയിൽ വളരെയധികം പ്രത്യേകതയുള്ള ഈ പ്രാവിനെ പരിചരിക്കാൻ തന്നെ റാബിയ തീരുമാനിച്ചു. ചെറുധാന്യങ്ങൾ നൽകിയെങ്കിലും പ്രാവ് ഭക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പ്രാവിനെ തലോടുന്നതിനിടയിലാണ് കാലിൽ എന്തോ എഴുതിവെച്ച വളയം കണ്ടത്. അതിൽ ഒരു മൊബൈൽ നമ്പറും. ആ നമ്പറിൽ വിളിച്ചപ്പോൾ കാക്കാഞ്ചേരി സ്വദേശി അഷ്റഫ് ഫോണെടുത്തു. പ്രാവിൻ്റെ കാലിൽ നിന്ന് കിട്ടിയ നമ്പറാണെന്ന് പറഞ്ഞതോടെ അതിന് ഭക്ഷണം കൊടുക്കേണ്ട രീതിയെക്കുറിച്ചും നൽകേണ്ട പരിചരണത്തെക്കുറിച്ചും അഷ്റഫ് റാബിയയോട് വിശദീകരിച്ചു. രാത്രി വന്ന് പ്രാവിനെ തിരികെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ഇതിനിടയിൽ വസ്ത്രങ്ങൾ ഇട്ടുവയ്ക്കാറുള്ള ഭിന്ന് പ്രാവിൻ കൂടാക്കി റാബിയയുടെ മക്കളായ നജാ ഫാത്തിമയും പരിചരണം നൽകി. രാത്രി 10:45 യഥാർത്ഥ ഉടമ അഷ്റഫെത്തി പ്രാവിനെ തിരികെ കൊണ്ടുപോയി. അല്പസമയം കൊണ്ട് തന്നെ കുടുംബവുമായി ചങ്ങാത്തത്തിലായ പ്രാവ് തിരികെ പോയത് വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ജീവൻ രക്ഷിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് നൽകിയത് ഏറെ സന്തോഷം നൽകുന്നുണ്ടെന്ന് മുസ്തഫ പറഞ്ഞു. അങ്ങനെ ഭക്ഷണം ഗോതമ്പ് വെള്ളമൊക്കെ കൊടുത്തു. പക്ഷേ ഈ വെള്ളം ഗോതമ്പൊന്നും കഴിക്കണില്ല. അപ്പോൾ വീണ്ടും അവരെ വിളിച്ചു നോക്കുമ്പോൾ അവർ പറയാണ് അങ്ങനെ കൊടുത്താൽ കഴിക്കൂല, ആദ്യം വായ്ക്ക് ഒന്ന് വെച്ചു കൊടുക്കണം, അപ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ അത് പ്രകാരം ഈ മുറി ഗോതമ്പ് ലേശം വായിൽ വെച്ച് കൊടുത്തു. വെള്ളം ഒരു ഫില്ലറിൽ ഇത്തിരി വായിൽ വെള്ളം ഒറ്റിച്ചു കൊടുത്തു, നിറച്ചു കൊടുത്തു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം കുടിച്ചു, ബാക്കിയുള്ള ഗോതമ്പും കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ വീഡിയോ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യണം. അപ്പോൾ അവർ കാക്കാഞ്ചേരിയോടെ അടുത്താണല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവർ എന്നെ വിളിച്ചു, ഈ ടീം എന്നെ വിളിച്ചു കാക്കാഞ്ചേരി. അപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ വീട്ടിൽ വന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവന് വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകിട്ട് ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ കുറേ ദൂരമല്ലേ, ഞങ്ങൾ രാവിലെ വരാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ 9 മണിക്ക് വിളിക്കണം, ഞങ്ങളിപ്പോൾ വരുന്നുണ്ട്, ഏകദേശം 11 മണിയാകുമ്പോഴത്തേന് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഏകദേശം 10:45 സമയത്ത് എത്തി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ അവരോട് ചോദിച്ചു പറഞ്ഞപ്പോൾ ഇത് ഈ മത്സരത്തിന് വിടുന്ന പ്രാവാണ്. അപ്പോൾ കുറച്ച് വിലപിടിപ്പിലെ പ്രാവ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും അവർ ആ സമയത്ത് അത്രയും സമയം വൈകിട്ടും വന്നത്. അങ്ങനെ അവർ കുട്ടികൾ 2 ടിൻസാണുള്ളത്. അവർ ഇതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഒരു 10-11 മണിക്ക് ഇതിനെ കൈമാറി അവർ കൊണ്ടുപോവുകയും ചെയ്തു. പ്രാവിന് ലക്ഷങ്ങൾ വില വരും. എന്നാൽ അതിന് പ്രത്യേക പരിശീലനം നൽകിയാണ് ഈ വിധമാക്കിയത്. അതിന് വിലമതിക്കാനാകില്ലെന്നും റാബിയയോടും കുടുംബത്തോടും ഏറെ കടപ്പാടുണ്ടെന്നുമായിരുന്നു അഷ്റഫിൻ്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. സംസ്ഥാന കൃഷി വകുപ്പ് ഹോർട്ടിക്കൾച്ചർ മിഷനിലൂടെ നടപ്പിലാക്കുന്ന കൂൺകൃഷി ഗ്രാമങ്ങൾ പട്ടാമ്പിയിലും ആരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. പദ്ധതിയുടെ പ്രാരംഭ അവലോകന യോഗം MLAയുടെ അധ്യക്ഷതയിൽ നടന്നു. 100 ചെറുകിട യൂണിറ്റുകളാണ് പ്രധാനമായും ഒരു കൂൺ ഗ്രാമത്തിലുണ്ടാവുക. അതോടൊപ്പം തന്നെ ഒരു വൻകിട യൂണിറ്റും പാക്കിംഗ് യൂണിറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനായി പ്രിസർവേഷൻ യൂണിറ്റും ഈ ഗ്രാമത്തിലുണ്ടാകും. വിത്ത് അഥവാ സ്പോൺ ഉത്പാദന യൂണിറ്റും ഇതോടൊപ്പം സജ്ജമാക്കും. വിത്ത് മുതൽ വിപണനം വരെയുള്ള കൂൺ കൃഷിയിൽ അത്യാവശ്യമായ പരിശീലനം മുതൽ മേൽനോട്ടം വരെയുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ മേൽനോട്ടം വഹിക്കും. ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ യൂണിറ്റുകൾക്കും പദ്ധതി ചെലവിൻ്റെ 40% സബ്സിഡിയായി ലഭിക്കും. 30 ലക്ഷത്തിലധികം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ചെറുകിട സംരംഭമായി ഇത്തരം യൂണിറ്റുകളെ മാറ്റാൻ കഴിയുമെന്ന് പദ്ധതിയുടെ പ്രാരംഭ അവലോകന യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ കൃഷിക്കാർക്ക് പരിശീലനം നൽകണമെന്നും മാർക്കറ്റിൽ ആവശ്യമുള്ളതാണെങ്കിലും എല്ലാ ആവശ്യക്കാർക്കും ഉത്പന്നം എത്തിക്കാനുള്ള വിധത്തിലുള്ള വിപണന സാധ്യതകൾ ഒരുക്കണമെന്നും MLA പറഞ്ഞു. കേരളത്തിലെ കൃഷി വകുപ്പ് മുഖാന്തരം ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരം കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കൂൺഗ്രാമം പദ്ധതി. അതിൻ്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം വളരെ പോഷകാഹാരമുള്ള ഒരു കൂൺ വളരെ പോഷകാഹാരം ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മേഖല കൂടുതൽ വിപുലമാക്കുന്നതിനും
ഒരുപാട് സംരംഭകരെ ആകർഷിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഒരു ഉണർവ് വരുത്തുന്നതിനുമൊക്കെ ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലേക്കും ലഭ്യമായിട്ടുണ്ട്. 30,25,000 രൂപയാണ് ഇതിനു വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഉൽപ്പാദനം മുതൽ അതുപോലെ തന്നെ മഷ്റൂം ഉൽപ്പാദനം അടക്കം അതിൻ്റെ സംസ്കരണം, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്, പാക്കിങ്, പരിശീലനം അടക്കമുള്ള എല്ലാ മേഖലയും, വിപണനം അടക്കമുള്ള എല്ലാ മേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്, സമഗ്രമായ പദ്ധതിയാണ്. അപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് പട്ടാമ്പി കാർഷിക ബ്ലോക്കിന് കീഴിലുള്ള ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകരായിട്ടുള്ള പ്രത്യേകിച്ച് വനിതകൾ, സ്ത്രീകൾക്ക് വീട്ടിൽ തന്നെ തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു സംരംഭമാണ്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന ആൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉദ്യോഗസ്ഥർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി ഓഫീസർമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാണിജ്യ വാർത്തകൾ നോക്കാം. സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ സിൽക്സിൽ ഓണം പൊന്നോണം ഓഫറുകൾ തുടങ്ങി. പട്ടാമ്പി ഷോറൂമിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഓണം പൊന്നോണം ഓഫറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ദിവസവും നറുക്കെടുപ്പും എല്ലാ ദിവസവും സമ്മാന വിതരണവും ഒരുക്കിയാണ് ഓണത്തിന് ഇമ്മാനുവൽ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം എന്ന പേരിലാണ് ഇത്തവണ ഓണം ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത്. പട്ടാമ്പി ഷോറൂമിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഓണം ഓഫറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം എന്നാണ് പേരിട്ടിരിക്കുന്നത്. തീർച്ചയായും ഇമ്മാനുവൽ സിൽക്സ് എന്നും വ്യത്യസ്തയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. നിരവധിയായ സമ്മാനങ്ങളാണ് ഓണ സീസണിലും അതോടൊപ്പം തന്നെ മറ്റു ഉത്സവ സീസണുകളിലൊക്കെ സമ്മാന വിതരണം നടത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ സമ്മാന വിതരണം ഗംഭീരമായിട്ടാണ്. സ്വർണ്ണ നാണയമടക്കം ഉള്ള സമ്മാനങ്ങളാണ് നേടാൻ പോകുന്നത്. തീർച്ചയായും നിരവധിയായ കളക്ഷനോടുകൂടി അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് താങ്ങുന്ന രീതിയിലുള്ള വിലക്കുറവോടുകൂടി ഇമ്മാനുവൽ സിൽക്സ് എന്നും മുന്നിട്ട് നിൽക്കുകയാണ്. ഈ പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങോട്ട് ദീർഘകാലം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഇമ്മാനുവൽ സിൽക്സിന് സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. വയലാർ രാമവർമ്മയുടെ ചെറുമകൾ കലാക്ഷേത്ര രേവതി വയലാർ ഭദ്രദീപം തെളിയിച്ചു. ഇമ്മാനുവലിൻ്റെ പുതിയ നല്ലൊരു ഓണം എല്ലാവർക്കും, നിങ്ങൾക്ക് ഏവർക്കും അതേപോലെ തന്നെ പട്ടാമ്പിക്കാർക്കും ആഘോഷിക്കാൻ ഇമ്മാനുവൽ നല്ലൊരു എന്താ പറയുക ഒരു ഓണ പെരുമഴ തന്നെ, സമ്മാന പെരുമഴ തന്നെ നൽകാൻ കഴിയട്ടെ. അതുപോലെ ഈ തിരക്കിലും ഒക്കെ നിങ്ങൾക്കും നല്ല സന്തോഷത്തോടെയും മനസ്സമാധാനത്തോടെയും നല്ലൊരു ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സമ്മാന കൂപ്പൺ പ്രകാശനം നഗരസഭാ കൗൺസിലർ സി സംഗീത നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ്, ചേംബർ ഓഫ് കൊമേഴ്സ് യൂണിറ്റ് പ്രസിഡന്റ് കെ പി കമാൽ, സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരിമഠം, റോട്ടറി ക്ലബ് അംഗം ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, ഇമ്മാനുവൽ സിൽക്സ് സിഇഒ ടി ഒ ബൈജു, ഷോറൂം മാനേജർ മൊബേഷ് ടി എന്നിവർ പങ്കെടുത്തു. ഏറ്റവും ട്രെൻഡിയും ട്രഡീഷണലുമായ ഓണം കളക്ഷനുകളാണ് ഈ ഓണത്തിന് ഇമ്മാനുവൽ ഒരുക്കിയിട്ടുള്ളത്. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, ഗോൾഡ് കോയിൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ, മൊബൈൽ ഫോൺ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നു. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പണും എല്ലാ ദിവസവും സമ്മാന വിതരണവും ഉണ്ടാകും.
ഏറ്റവും പുതിയ ഓണം സ്പെഷ്യൽ കളക്ഷനോട് കൂടിയ ലേഡീസ് വെയർ വിഭാഗവും സാരി വിഭാഗവും കിഡ്സ് വെയർ സെക്ഷനും ജെൻസ് വെയർ വിഭാഗവും ഈ ഓണാഘോഷത്തിന് ഇമാനുവലിനെ മികവുറ്റതാക്കുന്നു. ആരണി, ബനാറസ്, ധർമാവരം, ചിരാല, കൊൽക്കത്ത, സൂറത്ത്, ജയ്പൂർ, ഹൈദരാബാദ്, ഏലംപള്ളി, ചിന്നാലംപെട്ടി, ചാപ്പ, യല്ലങ്ക എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ സാരി കളക്ഷനുകളാണ് സ്ത്രീകൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, വെഡ്ഡിംഗ് സൂട്ട്, വെഡ്ഡിംഗ് ധോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രത്യേക ഓഫറുകളും വിവാഹ പർച്ചേസിന് ലഭ്യമാണ്. സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ വെറും 199 രൂപയിൽ ആരംഭിക്കുന്നു. സാരികൾ, ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ എല്ലാ വിഭാഗങ്ങളിലും 199 രൂപയിൽ ആരംഭിക്കുന്ന ഓണം കളക്ഷനുകൾ ലഭ്യമാണ്. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസും ഇമ്മാനുവലിൻ്റെ പ്രത്യേകതയാണ്. ഓണം കളറാക്കാൻ വിലക്കുറവും മികച്ച സെലക്ഷനുമായി കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുകയാണ് ഇമ്മാനുവൽ മാനേജ്മെൻറ്റ്. കാർഷിക മേഖലയ്ക്ക് ആവശ്യമായതെല്ലാം ഇനി ഒരു കുടക്കീഴിൽ. വിത്ത് മുതൽ അത്യാധുനിക കാർഷിക ഉപകരണങ്ങൾ വരെ ലഭ്യമാകുന്ന വള്ളുവനാട് കാർഷിക കേന്ദ്ര നെല്ലായ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാർഷിക മേഖലയെ സ്നേഹിക്കുന്നവർക്ക് ആധുനികവും പൗരാണികവുമായ കാർഷിക അറിവുകൾ പകർന്നു നൽകുന്നതിനും അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടി ചെർപ്പളശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വള്ളുവനാട് കാർഷിക കേന്ദ്രയുടെ നെല്ലായ പഞ്ചായത്തിലെ ഫ്രാഞ്ചൈസിയാണ് നെല്ലായ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും വൃക്ഷശ്രേഷ്ഠ പുരസ്കാര ജേതാവുമായ രാജേഷ് അടയ്ക്കാപുത്തൂർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഒരു ഗ്രൂപ്പിൻ്റെ 94 ഗ്രൂപ്പിൻ്റെ ഒരു ടീമുകളാണ് കൂടുതലും, ഇതിൽ 99% വ്യക്തികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരെ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി, കാരണം സൗഹൃദത്തിൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു സമയത്ത് ഒരു സംരംഭം തുടങ്ങുക, അതും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെടികളുണ്ട്, വിത്തുകളുണ്ട്, അത് വളർത്താനുള്ള വളങ്ങളുണ്ട്, അതുപോലെ തന്നെ അലങ്കാര ചെടികളുണ്ട്, ഒരുപാട് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംരംഭമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു സംരംഭത്തിന്. ഏറ്റവും സന്തോഷകരമായ കാര്യം ചെറുപ്പക്കാരൊക്കെ മാധ്യമങ്ങൾ സ്റ്റുഡൻറ് ശിഷ്യന്മാരാണ്, അത് ഏറെ സന്തോഷം പകരുന്നതാണ്. എന്താണെങ്കിലും ഇത്തരം സംരംഭം ആരംഭിക്കുകയും കാർഷിക മേഖലയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു സ്ഥാപനം പ്രത്യേകിച്ച് നെല്ലായിൽ ആരംഭിച്ചതിൽ നേരത്തെ പരിസ്ഥിതി പ്രവർത്തകനായ രാജേഷ് അടയ്ക്കാപുത്തൂർ സൂചിപ്പിച്ച പോലെ ഏറെ സന്തോഷമുണ്ട്. അത് പ്രത്യേകിച്ച് എൻ്റെ ശിഷ്യന്മാരായ കുട്ടികളായുള്ള ഒരു അഭിമാനവുമുണ്ട്. അത് വ്യക്തിപരമായ അഭിമാനവും സന്തോഷമായി പങ്കുവയ്ക്കുകയാണ്. ഏതാണെങ്കിലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഫ്രാഞ്ചൈസികൾ തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വള്ളുവനാട് കാർഷിക കേന്ദ്ര പ്രവർത്തിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വിവിധ ശ്രേണിയിൽപ്പെട്ട നാടൻ, ബ്രാൻഡഡ്, ഹൈബ്രിഡ് വിത്തുകൾ, വിവിധതരം ജൈവവളങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്, ചകിരിച്ചോറ്, കീടനാശിനികൾ, സ്പ്രിംഗ്ലർ, മൈക്രോ ഇറിഗേഷൻ തുടങ്ങി വിവിധതരം ജലസേചന സംവിധാനങ്ങൾ, ചെടിച്ചട്ടികൾ, നൂതന കൃഷിരീതികൾക്കുള്ള സംവിധാനങ്ങൾ, ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകൾ, ഹൈബ്രിഡ് വൃക്ഷത്തൈകൾ, തീറ്റകൾ തുടങ്ങി കാർഷിക മേഖലയ്ക്ക് ആവശ്യമായതെന്തും വള്ളുവനാട് കാർഷിക കേന്ദ്രയിൽ മിതമായ നിരക്കിൽ സജ്ജമാണ്. മാരായമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹോം 94 പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നെല്ലായിലെ വള്ളുവനാട് കാർഷിക കേന്ദ്ര പ്രവർത്തനം ആരംഭിച്ചത്. വള്ളുവനാട് കാർഷിക കേന്ദ്ര എന്ന നമ്മുടെ ഈ പുതിയ പ്രസ്ഥാനത്തിൻ്റെ ഫ്രാഞ്ചൈസിയാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ കൃഷി
കാർഷികം നമ്മുടെ കയ്യിൽ നിന്നും അന്യം നിന്ന് പോവാതിരിക്കാൻ പുതിയ നൂതനമായ മാർഗങ്ങളിലൂടെ കൃഷിയെ എങ്ങനെ പരിപോഷിപ്പിക്കാം, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കൃഷിയെ എങ്ങനെ വീണ്ടും ഒരു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള ഒരു ആവിഷ്കരണത്തിൻ്റെയും പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും ഭാഗമായിട്ട് ഒരുപാട് ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തി ഇന്നത്തെ പുതിയ രൂപത്തിലേക്ക് കൃഷിയെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരായ ഞങ്ങളും ഞങ്ങളോടൊപ്പം നിങ്ങളിന്ന് കണ്ട ആളുകളെല്ലാവരും. വള്ളുവനാട് കാർഷിക കേന്ദ്ര എന്നുള്ള ഒരു നാമധേയത്തിൽ ഞങ്ങൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം കേരളത്തിലുടനീളവും ഇന്ത്യയിലും മൊത്തത്തിൽ എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതൊരു ഫ്രാഞ്ചൈസി രൂപത്തിൽ കൊടുക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഓരോ വള്ളുവനാട് കാർഷിക കേന്ദ്ര നടപ്പിലാക്കാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങളുള്ളത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഈ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഇനം ഹൈബ്രിഡായിട്ടുള്ള വിത്തുകളും വളങ്ങളും നമ്മുടെ കൃഷിക്ക് ആവശ്യമായ കീടനാശിനികളും ജൈവ രീതിയിലുള്ള കീടനാശിനികളും അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ ഉള്ള സൗകര്യത്തിലൊക്കെ ചെറുതായ രീതിയിലെങ്കിലും കുറച്ച് പച്ചക്കറികളും അത്യാവശ്യ സാധനങ്ങളെങ്കിലും നട്ട് വളർത്തി നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. കാർഷിക മേഖലയിലെ സംശയ നിവാരണത്തിനായി കൂട്ടായ്മ അംഗം റസാഖ് തൃക്കടിരി തയ്യാറാക്കിയ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കൂട്ടായ്മ അംഗങ്ങളായ ഷൗക്കത്ത് പട്ടിശ്ശേരി, റസാഖ് തൃക്കടിരി, ഷാഫി പട്ടിശ്ശേരി, ഉമേഷ് പട്ടിശ്ശേരി, കൃഷ്ണകുമാർ UK, കൃഷ്ണകുമാർ പട്ടിശ്ശേരി, കൃഷ്ണദാസ് തുടങ്ങിയവരും വ്യാപാര മേഖലയിലെ പ്രമുഖരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കുമരമ്പത്തൂർ പള്ളിക്കുന്നിലെ ചെറിയപ്പാടം വലിയ കുളം നവീകരണം യാഥാർത്ഥ്യമായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിച്ചത്. പഞ്ചായത്തിലെ പ്രധാന കുളങ്ങളിലൊന്നായ വലിയ കുളം നാശത്തിന്റെ വക്കിലായിരുന്നു. പള്ളിക്കുന്ന് ചെറിയപ്പാടത്തെ കൃഷിക്ക് ജലസേചനവും പ്രദേശത്തുകാർക്ക് കുളിക്കാനുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പരേതനായ മണ്ണറോട്ടിൽ അസീസിന്റെ കുടുംബമാണ് ഏതാണ്ട് 30 സെന്റ് വിസ്തൃതിയുള്ള കുളം നിർമ്മിച്ചത്. ഏക്കർ കണക്കിന് ഭൂമിയിലേക്കുള്ള ജലസ്രോതസ്സും ഈ കുളമായിരുന്നു. പ്രദേശത്തെ കുട്ടികൾ നീന്തൽ പരിശീലിച്ചിരുന്നതും ഇവിടെയാണ്. പഞ്ചായത്ത് തല നീന്തൽ മത്സരങ്ങൾക്കും ഈ കുളം വേദിയാവാറുണ്ട്. ക്രമേണ കൃഷിയില്ലാതായതോടെ കുളം പരിപാലിക്കാതെ കാടും പായലും കൂടി നശിച്ചു. കുളം നവീകരിച്ചാൽ പ്രദേശത്തുകാർക്ക് കുളിക്കാനും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലനം നടത്താനും കുളം ഉപകരിക്കുമെന്ന നാട്ടുകാരുടെ അഭ്യർത്ഥന പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വാറോഡൻ മുൻകൈയെടുത്താണ് തുക വകയിരുത്തിയത്. കുളത്തിലെ പായലും കാടും ചെളിയും നീക്കി ചുറ്റും കെട്ടി മനോഹരമാക്കി. കുളത്തിന്റെ 4 വശവും ഗ്രില്ലുകളും പ്രവേശന കവാടത്തിൽ ഗേറ്റും സ്ഥാപിച്ചു. നടപ്പാതയിൽ ടൈൽ കൂടി പതിക്കാനുണ്ട്. മഴ പോയാലുടൻ ഇതും പൂർത്തിയാക്കും. നശിച്ചുകൊണ്ടിരിക്കുന്ന കുളം നവീകരിച്ചതിലെ സന്തോഷത്തിലാണ് നാട്ടുകാർ. ആദ്യത്തെ മാതിരല്ല, ആദ്യം നല്ല ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഉഷാറായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല നീന്തൊക്കെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കുളം നമുക്ക് ഉഷാറായിക്കണം. ഈ കുളം ഇങ്ങനെ അല്ലായിരുന്നു. കാരണം കുറേ കച്ചറയും പായലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ കുളമായിരുന്നു ഇത് വലിയ കുളം കുറേ വർഷത്തിന് മുമ്പ്. ഇപ്പോഴാണ് ഇന്നിപ്പോൾ ഉഷാറാക്കിയത്. അടിപൊളിയായി കുളം. എങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഒന്നുകൂടി നല്ലത് ഈ കിണറ്റിൽ കൂടിയും അതിൽക്കൂടെ വെള്ളം ഉണ്ടാവും. അത് തന്നെ ഉഷാറാക്കുന്നു കുളം. അടിപൊളി. എല്ലാവർക്കും തിരിഞ്ഞ് കുളിച്ചാൻ ഉഷാറായിരിക്കുന്നു. നല്ല കുളമാണ്. 50 കൊല്ലം വർഷമായിട്ട് ഇതുവരെ നേരാക്കിയതിലപ്പം ഉഷാറായി.
നവീകരണം പൂർത്തിയായതോടെ സമീപത്തെ കിണറുകളിലെ ജലനിരപ്പ് ഉയർന്നു. പ്രദേശവാസികൾക്ക് കുളിക്കാനും കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും അവസരമൊരുങ്ങിയതായി നാട്ടുകാർ പറയുന്നു. മുലപ്പാലിലൂടെ മാതൃത്വത്തിന്റെ സ്നേഹമാധുര്യം പകർന്നു നൽകിയ മുത്തശ്ശിമാരെ ശ്രീകൃഷ്ണപുരം ശ്രീരാമജയം ALP സ്കൂൾ ആദരിച്ചു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയം സംഘടിപ്പിച്ച മുലപ്പാൽ ആരോഗ്യത്തിന്റെ അമ്മത്തുള്ളി എന്ന പരിപാടിയിലാണ് മുത്തശ്ശിമാരെ ആദരിച്ചത്. കൈപ്പേറിയ പഴയകാലത്തെ ജീവിതാനുഭവങ്ങൾ മുത്തശ്ശിമാർ കുട്ടികളുമായി പങ്കുവച്ചു. അമ്മിഞ്ഞ പാലിന്റെ ഓരോ തുള്ളിയിലൂടെയും ഹൃദയബന്ധത്തിന്റെ സ്നേഹാമൃതമാണ് ഒരമ്മ കുഞ്ഞിന് നൽകുന്നതെന്നും മുത്തശ്ശിമാർ ഓർമ്മിപ്പിച്ചു. കൂലിപ്പണിക്ക് പോകുന്ന കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്കുമൊക്കെ വീട്ടിലേക്ക് ഓടിവന്ന് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകിയിരുന്ന ഭൂതകാലം ചിലർ ഓർത്തെടുത്തു. എത്ര വളർന്നാലും രക്ഷിതാക്കളെ കൈവിടരുതെന്ന് അവർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K മനോജ്, PG ദേവരാജൻ, KP മഞ്ജു, M കല്യാണി, M സതീദേവി, A പാറുക്കുട്ടി, M സരോജിനി, T തങ്കമണി, MC അമ്മിണി, ലത മാടമ്പിയിൽ, KR പ്രവീൺ, T വിനീത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സ്ഥിരമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ല. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്ലിം ലീഗിലെ MP മജീദിനെ അയോഗ്യനാക്കി. മജീദ് അറ്റൻഡൻസ് രജിസ്റ്റർ തട്ടിയെടുത്ത് കൃത്രിമം കാണിച്ചെന്ന് പോലീസിൽ സെക്രട്ടറിയുടെ പരാതി. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത. DYFI നൽകിയ പരാതിയിൽ നടപടി ആരംഭിച്ച് മോട്ടോർ വാഹന വകുപ്പ്. ബസ്സുകൾ അമിത വേഗത തുടർന്നാൽ തടയുമെന്ന് DYFI നേതാക്കൾ. വാണിയംകുളം ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിച്ച എരുമ വിരണ്ടോടി. 10 കിലോമീറ്ററോളം വിരണ്ടോടിയ എരുമയെ പിടികൂടാനായത് ചെറുതുരുത്തി പാലത്തിന് സമീപത്തു നിന്നും. പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും എരുമ ആരെയും ഉപദ്രവിച്ചില്ല. നിലമ്പൂർ കൊച്ചുവേളി രാജ്യറാണി എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലേക്ക് നീട്ടണമെന്ന ആവശ്യം റെയിൽവേ മന്ത്രിയെ നേരിൽ കണ്ട് ഉന്നയിച്ച് ET മുഹമ്മദ് ബഷീർ MP. നിലമ്പൂർ റൂട്ടിൽ വെമു സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും റെയിൽവേ മന്ത്രിയോട് ET. ഒറ്റപ്പാലത്തിന്റെ പുതിയ സബ് കളക്ടറായി അഞ്ജീത് സിംഗ് ചുമതലയേറ്റു. ജമ്മു കാശ്മീർ സ്വദേശിയാണ്. സബ് കളക്ടറായിരുന്ന മിഥുൻ പ്രേംരാജ് സ്ഥാനക്കയറ്റം ലഭിച്ച് മാറിപ്പോയ ഒഴിവിലേക്കാണ് പുതിയ നിയമനം.